ഇന്ന് നമുക്ക് ഭർത്താവിരിക്കവേ തന്നെ തന്റെ സ്വന്തം സ്റ്റുഡന്റുമായിട്ട് ബന്ധം സ്ഥാപിച്ച ഒരു ടീച്ചറിന്റെ കഥ പറയുന്ന ലെസ്റ്റ് സ്റ്റോറീസിലെ ഒരു സ്റ്റോറി നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ രാത്രി കാറിൽ പോകുന്ന നായികയായ കാളന്തിയെയും നായകനായ തേജസിനെയും കാണിക്കുന്നു. രണ്ടുപേരും ഒരുപാട് ഹാപ്പിയായിരുന്നു. കാളന്തി ഓരോ കാര്യങ്ങളൊക്കെ തേജസിനോട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നേരെ കാളന്തിയും കൂട്ടി തേജസ് തന്റെ വീട്ടിലേക്കാണ് വരുന്നത്. ഈ വീട്ടിൽ ആരുമില്ലേ എന്ന് കാളന്തി തേജസിനോട് ചോദിക്കുമ്പോഴോ, ഉണ്ട്, എൻ്റെ മുത്തശ്ശിയുണ്ട്, പക്ഷേ മുത്തശ്ശിക്ക് ചെവിയൊന്നും കേൾക്കാനായി കഴിയത്തില്ല, അതുകൊണ്ട് നമ്മളിവിടെ വന്ന കാര്യം പോലും മുത്തശ്ശി അറിഞ്ഞു കാണില്ല എന്നും തേജസ് പറയുന്നു. തേജസിന്റെ റൂമിലേക്ക് എത്തിയ കാളന്തി അവിടെ അടുക്കി വെച്ചിരുന്ന ഒരുപാട് ബുക്സ് കാണും. നീ ബുക്കൊക്കെ വായിക്കുമോ എന്നും കാളന്തി ചോദിക്കുന്നു. അത് ഞാൻ വെറും ഷോയ്ക്ക് വെച്ചിരിക്കുന്നതാണെന്നായിരുന്നു തേജസിന്റെ മറുപടി. അങ്ങനെ റൂമിലേക്ക് എത്തിയതും കാളന്തിയും തേജസും ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുവാനായും തുടങ്ങി. ആ സീൻ അവിടെ കട്ടായി അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. ഉറക്കത്തിൽ നിന്നുണരുകയാണ് കാളന്തി. എന്നാൽ കാളന്തിയുടെ മുഖത്ത് നല്ല സങ്കടവും കുറ്റബോധവും ഉണ്ടായിരുന്നു. പക്ഷേ തേജസ് ആണെങ്കിലോ ഒരുപാട് ഹാപ്പിയും. ചാടി എഴുന്നേറ്റ കാളന്തി, ദേ നോക്ക്, ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും നീ മനസ്സിൽ വെച്ചേക്കരുത്, നീ അതെല്ലാം മറന്നു കളയണം, ഇനി അതും മനസ്സിൽ വെച്ച് പ്രേമമൊന്നും പറഞ്ഞൊന്നും എൻ്റെ പിറകെ വരരുതെന്നും കാളന്തി തേജസിനോട് പറയുന്നു. അവനും അതിന് സമ്മതിക്കും. അത് കഴിഞ്ഞ് കാളന്തി തൻ്റെ വീട്ടിലേക്കും പോകുന്നു. അതിനുശേഷം കാളന്തി നേരെ വരുന്നത് താൻ പഠിപ്പിക്കുന്ന കോളേജിലേക്കാണ്. ക്ലാസ് എടുക്കുവാനായിട്ടും കാളന്തി ആരംഭിക്കുന്നു. അപ്പോൾ കാളന്തിയെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ ഒരു പയ്യൻ ഇരിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, തേജസ് ആയിരുന്നു. തേജസിന്റെ ടീച്ചറാണ് കാളന്തി. ബന്ധമെങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? എന്നാൽ തേജസ് കാളന്തിയെ തന്നെ നോക്കിയിരിക്കുന്നത് തേജസിന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള നടാഷ കാണും. നടാഷയ്ക്കാണെങ്കിലോ എന്തൊക്കെയോ വശപ്പിച്ചൊക്കെ തോന്നും. മാത്രമല്ല ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ ശ്രദ്ധിക്കുമെന്ന് പേടിച്ച് കാളന്തി ഉടനെ തന്നെ തേജസിനോട് ചോദിക്കും, നീ എന്തിനാ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ വല്ല ഷോയും നടക്കുകയാണോ എന്നും കാളന്തി ചോദിക്കുന്നു. കാരണം മറ്റുള്ള പിള്ളേർക്ക് സംശയം തോന്നാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് കാളന്തി അങ്ങനെ സംസാരിച്ചതും. കാളന്തി ബുദ്ധിമതിയാ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സ്റ്റാഫ് റൂമിലിരിക്കുന്ന സമയത്താണ് ഇംഗ്ലീഷ് സാറ് അവിടെ മുൻപ് പഠിപ്പിച്ചിരുന്ന ടീച്ചറിനെ കുറിച്ചുള്ള കാര്യം പറയുന്നത്. ആ ടീച്ചർ ആൾ ശരിയല്ലായിരുന്നു. ടീച്ചർ നിർബന്ധിച്ച ആ പയ്യനെ തൻ്റെ കൂടെ കൂട്ടിയതും അവനുമായിട്ട് മോശമായി പെരുമാറിയതും അതുകൊണ്ടല്ലേ ടീച്ചറിനെ അറസ്റ്റ് ചെയ്തതെന്നുമൊക്കെ ഇംഗ്ലീഷ് സാർ പറയുന്നു. ഏത് ടീച്ചറിൻ്റെ കാര്യമാണ് പറയുന്നതെന്നും കാളന്തി ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് എന്താണ് സംഭവമെന്ന് ഇംഗ്ലീഷ് സാർ തുറന്നു പറയുന്നത്. എന്തെന്നാൽ മുൻപൊരു ടീച്ചർ അവിടെ പഠിപ്പിച്ചിരുന്നു. ആ ടീച്ചറാണെങ്കിലോ തൻ്റെ സ്റ്റുഡൻറ്റിനെ തന്നെ വളച്ചെടുത്ത് ആ പയ്യനുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു. പക്ഷേ അവനാണെങ്കിൽ 18 വയസ്സായില്ല. മാത്രമല്ല ടീച്ചർ നിർബന്ധിച്ചാണ് അവനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതും. ആ ഒരു വിവരം പുറത്തു വന്നതോടുകൂടി ടീച്ചറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അത് കേട്ടതും കാളന്തിക്ക് വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി. സത്യത്തിൽ കാളന്തി തേജസുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചതിന് കാരണം എന്തെന്നാൽ കാളന്തിയുടെ ഭർത്താവ് 19 വയസ്സിന് വ്യത്യാസമുള്ള ആളാണ്. അതിൻ്റെ ഒരു പ്രശ്നം കാളന്തിയുടെ മനസ്സിലുണ്ട്. മാത്രവുമല്ല ഭർത്താവിന് വിവാഹത്തിന് മുൻപ് വേറെ പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കാളന്തിക്ക് അങ്ങനെയൊന്നുമില്ല. കാളന്തിക്കാണെങ്കിലോ ഭർത്താവായിരുന്നു അവളുടെ ആദ്യത്തെ പ്രണയവും. ഇതൊക്കെ കാളന്തിയുടെ മനസ്സിലിരിക്കുന്നത് കൊണ്ടാണ് അവൾ തന്നേക്കാൾ ചെറിയ പ്രായത്തിലുള്ള പയ്യനെ കണ്ടെത്തുവാനായും തുടങ്ങിയത്. എന്നാലിപ്പോൾ ഇംഗ്ലീഷ് സാർ പറയുന്നതൊക്കെ കേട്ട് കാളന്തിക്ക് വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. ഉടനെ തന്നെ കൂട്ടുകാർക്കടുത്തിരുന്ന തേജസിനെ കാളന്തി വിളിച്ചിട്ട്, നീ ഞാനുമായിട്ട് ഇന്നലെ അങ്ങനെ ചെയ്തതിൽ നീ ഹാപ്പി അല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞാൻ സന്തോഷവാനായിരുന്നു. അതോ നിനക്ക് ഇഷ്ടമല്ലാതെ അല്ലല്ലോ, ഞാൻ നിന്നെ നിർബന്ധിച്ചൊന്നുമല്ലല്ലോ അങ്ങനെ ചെയ്തതെന്നും കാളന്തി എടുത്തെടുത്ത് ചോദിക്കും. അല്ല, എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ സന്തോഷത്തോടു കൂടി തന്നെയായിരുന്നു എല്ലാം ചെയ്തത്. പിന്നെ ആദ്യത്തെ മൂവ് എടുത്തത് നിങ്ങളല്ലേ ആദ്യം ഇത് തുടങ്ങിയതെന്നും കാളന്തിയോട് തേജസ് ചോദിക്കും. അത് കേട്ടതും കാളന്തിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. നിനക്ക് എത്ര വയസ്സാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് 21 വയസ്സ്. അങ്ങനെയാണെങ്കിൽ നിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എനിക്കൊന്ന് കാണണമെന്നും കാളന്തി പറയും. അതൊക്കെ കോളേജിലിരിക്കുകയാ, ഇപ്പോൾ അതൊക്കെ എന്തിനാ നിങ്ങൾക്കെന്നും തേജസ് കാളന്തിയോട് ചോദിക്കും. എങ്കിലേ നീ ഒരു കാര്യം ചെയ്, ഞാൻ നിന്റെ വോയിസ് റെക്കോർഡ് ചെയ്യും. നീ നിന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഞാനുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് നീ സമ്മതിക്കണമെന്നും കാളന്തി പറയുന്നു. കാളന്തി പറഞ്ഞതനുസരിച്ച് തേജസ് റെക്കോർഡ് ചെയ്തു കൊടുക്കും. അതോടുകൂടിയാണ് കാളന്തിക്ക് സമാധാനമായതും. അങ്ങനെ കാളന്തിയാണെങ്കിലോ അന്നേ ദിവസം വീണ്ടും തേജസിനെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇതുവരെ നടന്നതെല്ലാം ഓക്കെ, അതെല്ലാം പോട്ടെ, ഇനി മുതൽ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആകാം, അല്ലാതെ വേറൊന്നും നീ മനസ്സിൽ കരുതരുതേ. നിന്റെ കാമുകിയായ നടാശയ്ക്ക് നീ ഞാനുമായിട്ട് സംസാരിക്കുന്നതെന്ന് ഇഷ്ടമല്ലെന്നാ തോന്നുന്നതെന്നും കാളന്തി പറയുമ്പോഴോ, നടാശ എൻ്റെ ഗേൾഫ്രണ്ടൊന്നുമല്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ, അല്ലാതെ വേറൊന്നുമില്ല എന്നും അവൻ പറയുന്നു. ആ ശരി, ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ടല്ലോ, എനിക്കെല്ലാം മനസ്സിലാകുമെന്നും
കാളന്തി പറയുന്നു. എന്നിട്ട് കാളന്തി പറയും, ഞാനേ നീയുമായിട്ട് വേറൊരു റിലേഷൻഷിപ്പൊന്നും ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. കാരണം ഇംഗ്ലീഷ് സാറുമായിട്ട് ഞാൻ ഡേറ്റ് ചെയ്യുക, അതുകൊണ്ട് ഇനി നമുക്ക് തമ്മിൽ വേറൊന്നും വേണ്ട എന്നും കാളന്തി പറയുന്നു. സത്യത്തിൽ കാളന്തിക്ക് കാളന്തിയുടെ ഹസ്ബൻഡിനെയും വേണം, തേജസ്സിനെയും വേണം, പിന്നെ ആ ഇംഗ്ലീഷ് സാറിനെയും വേണം. 3 പേരെയും വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയാണ് കാളന്തിക്ക്. ഇംഗ്ലീഷ് സാറുമായിട്ട് ഡേറ്റ് ചെയ്യുന്ന കാളന്തി സാറുമായിട്ട് കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. പക്ഷേ സാറിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു കാര്യം തേജസ്സിനെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്. എന്നാൽ അതേ സമയമായിരുന്നു നടാഷയുടെ കോൾ തേജസ്സിന് വരുന്നതും. കോളെടുത്ത് സംസാരിക്കുവാനായിട്ടും കാളന്തി പറയും. എന്നാൽ അതൊന്നും വേണ്ട, പിന്നീട് എടുക്കാമെന്നായിരുന്നു തേജസ്സിൻ്റെ മറുപടി. നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ, നിങ്ങൾ തമ്മിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞോ എന്നും നല്ല ആകാംക്ഷയോടെ തേജസ്സിനോട് കാളന്തി ചോദിക്കുന്നു. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്കേ ഇംഗ്ലീഷ് സാറിന് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്നല്ലേ പറയുന്നത്, സാറിന് അങ്ങ് ഒഴിവാക്ക്, നമുക്ക് 2 പേർക്കും ഒന്നായിരിക്കാമെന്നും തേജസ് കാളന്തിയോട് പറയും. ഏയ്, അതൊന്നും വേണ്ട എന്നായിരുന്നു കാളന്തിയുടെ മറുപടിയും. അങ്ങനെ അടുത്ത ദിവസം കോളേജിലെത്തി ക്ലാസ് എടുക്കുകയായിരുന്നു കാളന്തി. ആ സമയം ക്ലാസ്സിലിരുന്ന് തേജസും നടാശയും ചാറ്റ് ചെയ്യുന്നത് കാളന്തി കാണും. ഉടനെ തന്നെ കാളന്തി പോയി നടാശയുടെ കയ്യിലിരുന്ന ഫോൺ പിടിച്ചു വാങ്ങുന്നു. ഇതിൻ്റെ ലോക്കഴിക്കുവാനായി പറയുന്ന സമയത്തോ അഹങ്കാരത്തോടു കൂടി ഞാൻ മറന്നുപോയി എന്നാണ് നടാശയുടെ മറുപടി. അത് കേട്ടതും കാളന്തിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. കാളന്തിയാണെങ്കിൽ അവളുടെ ഫോണും പിടിച്ചു വാങ്ങിയിട്ട് ഫോൺ നീ ഓഫീസിൽ വന്ന് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നടാശയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിവിടും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം നടാശയും തേജസും ഒരുമിച്ച് കറങ്ങാൻ പോകുന്നതെല്ലാം കാളന്തി ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കാളന്തിക്ക് അത്ര ഇഷ്ടമാകുന്നതേയില്ല. ഒരു ദിവസം നടാശയും തേജസും കോഫി ഷോപ്പിലിരിക്കുന്ന സമയത്ത് മനഃപൂർവ്വം കാളന്തി അവിടേക്ക് ചെല്ലും. ആ കൊള്ളാലോ, നീ ഇപ്പോൾ ഇവൻ്റെ കൂടെയാണോ? നീ രാവിലെ ഒരുത്തൻ്റെ കൂടെ, ഉച്ചയ്ക്ക് വേറൊരുത്തൻ്റെ കൂടെ, ദേ ഇപ്പോൾ ഇവൻ്റെ കൂടെയോ? നിന്റെ അച്ഛനും അമ്മയും ദുബായിലല്ലേ? അപ്പോൾ നിനക്ക് ആരെ വേണമെങ്കിലും വീട്ടിൽ വിളിച്ച് കയറ്റാലോ. അപ്പോൾ ആരോട് വേണമെങ്കിലും നിനക്ക് പരിപാടിയൊക്കെ നടത്താമല്ലോ എന്ന രീതിയിൽ കാളന്തിയാണെങ്കിൽ നടാശയെ അപമാനിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷേ അത് നടാശയിൽ ഒരുപാട് വിഷമമുണ്ടാക്കി. അവളാണെങ്കിൽ കാളന്തി പറഞ്ഞിട്ട് പോയതെല്ലാം കേട്ട് ഒരുപാട് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നതും. കാളന്തിയുടെ ആ ഒരു സ്വഭാവം ഇഷ്ടമാകാത്ത തേജസ് കാളന്തിക്ക് എടുത്തു വന്നിട്ട്, എന്തിനാ നിങ്ങൾ അങ്ങനെയൊക്കെ അവളോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ഗേൾഫ്രണ്ട് അല്ലല്ലോ അത്, പിന്നെ നീ എന്തിനാ സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടാണ് കാളന്തി അവിടെ നിന്ന് പോയതും. അതിനുശേഷം വീട്ടിലെത്തുന്ന കാളന്തി തേജസിനെ ഫോൺ വിളിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ കോൾ എടുക്കാനായി ലേറ്റ് ആകുന്നു. എന്താ, നീ എന്ത് ചെയ്യുക, നിന്റെ ഗേൾഫ്രണ്ടിനൊപ്പമാണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അല്ല എന്ന് അവൻ കള്ളം പറയും. മാത്രമല്ല, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്തതും. നടാശയ്ക്കൊപ്പമായിരുന്നു തേജസ് എന്നുള്ള കാര്യം കാളന്തിക്ക് നന്നായിട്ട് മനസ്സിലായി. കാളന്തിയുടെ സങ്കടം എന്തെന്നാൽ കാളന്തി ഇംഗ്ലീഷ് സാറുമായിട്ടുള്ള കാര്യമെല്ലാം തേജസിനോട് തുറന്നു പറഞ്ഞു. പക്ഷേ തേജസ് ആണെങ്കിലോ നടാശയോടൊപ്പമുള്ള കാര്യങ്ങളൊന്നും അവളോട് പറയുവാനായി മടിക്കുന്നു. തേജസ് തന്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ പോലും കാളന്തിയോട് തുറന്നു പറയുന്നില്ല. അതായിരുന്നു കാളന്തിയുടെ ഏറ്റവും വലിയ പ്രശ്നവും. അടുത്ത ദിവസം കാളന്തി തേജസിന്റെ വീട്ടിലേക്ക് എത്തും. അവിടെ തേജസിന്റെ മുത്തശ്ശി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തേജസ് ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, അവൻ കുളിക്കുകയാണെന്നായിരുന്നു മുത്തശ്ശിയുടെ മറുപടിയും. ഉടനെ തന്നെ കാളന്തി തേജസിന്റെ റൂമിൽ കയറി കതകൊക്കെ കുറ്റിയിടുന്നു. എന്നിട്ട് അവിടെ ആകെ പരിശോധിക്കുവാനായും തുടങ്ങി. അപ്പോഴേക്കും തേജസ് കുളി കഴിഞ്ഞിറങ്ങിയിരുന്നു. മുത്തശ്ശി കതകിൽ വന്ന് കൊട്ടും. തേജസ് വാതിൽ തുറക്കും. നിന്നെ അന്വേഷിച്ച് ഒരു പെണ്ണിവിടെ വന്നിരുന്നല്ലോ, ആ പെണ്ണെവിടെയെന്ന് ചോദിക്കും. അതേ സമയത്തായിരുന്നു തേജസിന്റെ റൂമൊക്കെ പരിശോധിച്ചിട്ട് അവിടെ നിന്നും ഒരു പെൺകുട്ടിയുടെ അണ്ടർവെയർ കിട്ടുന്നു. അതെടുത്തുകൊണ്ട് തേജസിനടുത്ത് വന്നിട്ട്, ഇത് നിന്റെ ഗേൾഫ്രണ്ടിന്റെ അല്ലേ? അപ്പോൾ നിന്റെ ഗേൾഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ എന്നൊക്കെ അവൾ വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നു. എന്നാൽ എനിക്കറിയില്ല എന്നായിരുന്നു തേജസിന്റെ മറുപടിയും. അവളാണെങ്കിലോ വല്ലാതെ പ്രശ്നമുണ്ടാക്കുകയും അവിടുത്തെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിടുകയും ഓരോന്ന് എറിഞ്ഞു പൊട്ടിക്കുകയും ഒക്കെ ചെയ്തു. അവസാനം ഒരു TV കയ്യിലെടുക്കും. അത് മാത്രം ഒന്നും ചെയ്യരുത്, അത് വില കൂടിയ TV ആണെന്നും തേജസ് പറയുന്നത് കൊണ്ടാണ് ആ TV തറയിൽ വെച്ചതും കുറച്ചുനേരം എന്തൊക്കെയോ അവൾ ചിന്തിച്ചിരിക്കുന്നതും. എന്നിട്ട് കാളന്തി അവിടെ നിന്നും എഴുന്നേറ്റ് തേജസിന്റെ റൂമിൽ നിന്നും നേരെ തന്റെ കാറിൽ വന്ന് കയറും. അതേസമയം തന്നെ കാളന്തി തേജസിന്റെ ഫോണും കൈക്കലാക്കിയിരുന്നു. ഫോൺ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അതിൽ മുഴുവൻ നടാശയ്ക്കൊപ്പമുള്ള തേജസിന്റെ ഫോട്ടോകളായിരുന്നു. അത് കണ്ടതും കാളന്തിക്ക് വല്ലാതെ ദേഷ്യം വരികയും വീണ്ടും അവൾ തേജസിനടുത്തേക്കെത്തി. അല്ല, നീ എന്തിനാ അവളുമായിട്ട് ചാറ്റ് ചെയ്യുന്നത്? ഇതിൽ മുഴുവൻ നടാശയ്ക്കൊപ്പമുള്ള നിന്റെ ഫോട്ടോകളാണല്ലോ. അവളുമായിട്ട് നിനക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നീ ഇല്ലെന്നല്ലേ പറഞ്ഞതെന്നും കാളന്തി ചോദിക്കുമ്പോൾ തേജസ് അതിന് മറുപടി കൊടുക്കത്തില്ല. കൂടാതെ കാളന്തി പറയുന്നുണ്ട്, അവൾക്ക് നീ പോയാൽ വേറെ പയ്യന്മാരെ കിട്ടും. നീ വിചാരിക്കും പോലൊരു പെണ്ണേ അല്ല അവൾ. അവൾ ആള് കുഴപ്പമാ. അവൾക്ക് പല പല ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. നീ എന്തിനാ അവളുടെ പിറകെ തന്നെ നടക്കുന്നതെന്നും കാളന്തി ചോദിക്കുന്നു. എന്നിട്ട് അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുവാനായി എഴുന്നേൽക്കുന്ന സമയമാണ് തേജസ് പറയുന്നത്, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ
നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ നടാശയെ കളയാം. നമുക്ക് രണ്ടുപേർക്കും ഒന്നിക്കാം. നിങ്ങൾ എന്ത് പറയുന്നുവെന്ന് കാളിന്തിയോട് തേജസ് ചോദിക്കും. അത് കേട്ടതും കാളിന്തി പറയുന്നത്, നീ എന്താ പറയുന്നേ? ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്ക് ഹസ്ബൻഡൊക്കെ ഉള്ളതാ. നീ അതൊക്കെ അങ്ങ് മറന്നേരെ. എനിക്ക് നിന്നോട് അങ്ങനെ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് കാളിന്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. കാളിന്തിയുടെ മറുപടി കേട്ട് പകച്ചു നിൽക്കുകയാണ് തേജസ്. അപ്പോൾ കാളിന്തി എന്തിനാ ഇത്രയും വലിയ പ്രശ്നമുണ്ടാക്കിയത്? അല്ല, തേജസ് നടാശയ്ക്കൊപ്പം നടക്കുന്നതില് കാളിന്തിക്ക് എന്താ പ്രശ്നം എന്നൊക്കെയാണ് തേജസ് ചിന്തിച്ച് കിളി പറന്നു നിൽക്കുകയാണ്. അതോടുകൂടി ആ ഒരു കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.